എനിക്ക് ഭൈരവം കൂടിയിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളതാണ് അവിടെ. എനിക്ക് സ്ഥലം കണ്ടിട്ട് നാട്ടുകാർ പടച്ചു വിട്ട പോലെ കഥയായിട്ടാണ് തോന്നുന്നത്. നിനക്ക് വിശ്വാസമില്ലേ? പക്ഷെ എനിക്ക് വിശ്വാസമില്ല. കാരണം ഓരോ നാട്ടുകാരും അവരുടെ പൂർവ്വര് പറഞ്ഞ കാര്യമായിരിക്കും വിശ്വാസമായിട്ട് കൊണ്ട് നടക്കുന്നു. അരി, നീ പറഞ്ഞ കാര്യത്തിലൊന്നും എനിക്കൊരു യോജിപ്പില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളാണെന്ന് എനിക്കറിയാല്ല. പിന്നെ നമ്മൾ ഇതിനൊന്നും വന്നതല്ല, നമ്മളിത് കണ്ട് ആസ്വദിക്കാൻ വന്നതല്ലേ. കണ്ടിട്ട് മര്യാദയ്ക്ക് പോവാം. സംസാരിക്കാൻ സമയമൊന്നുമില്ല. ഇരുട്ടിന് മുമ്പ് ഭൈരവങ്ങാടിൽ നമുക്ക് ഇറങ്ങാം. എടാ, നമുക്കിനി മുന്നോട്ട് പോകണം. എനിക്കെന്തോ പേടിയാണ് ഇതൊക്കെ കണ്ടിട്ട്. വെറുതെ ഒരു കാര്യമില്ലാതെ ഒരു കാടിനെ പറ്റി ആരും ഇങ്ങനെ പറയില്ലല്ലേ. പിന്നെ കോപ്പാണ്, ഒരു ചെറിയ ഇല അനക്കടാണ് തുടങ്ങും അവൻ്റെ അസുഖം. പണ്ടോട്ടുള്ള സ്വഭാവമാണ് നിനക്കിത്, ചെറിയ കാര്യങ്ങൾ പൂതിപ്പെരിപ്പിക്കണത്. അതുപോലെ കാറ്റ് പഠിച്ചിരിക്കും. നമുക്ക് പോവാം. ഡേയ്, നീയൊക്കെ ഇത് കണ്ട? ഇതൊന്നും ഇത് വെറും ഒരു അടയാളം. ഇതിൽ നീ പേടിക്കാൻ തോന്നിയിരിക്കുന്നു. ഇവിടെ നമ്മളെ പോലെ വേറെ ആരെയും വന്നതാണ്, അവന്മാരെ വരച്ചിട്ട് പോയതായിരിക്കും. ഇതൊന്നും പറഞ്ഞ് നമ്മളെ അർത്ഥപ്പെടുത്തരുത്. അതൊക്കെ ശരിയെന്ന്. ഈ അടയാളം ഒരു സാധാരണ അടയാളമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കില്ലായിരുന്നു. പക്ഷേ ഈ അടയാളം ഞാൻ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞ ആവശ്യത്തെ കാര്യങ്ങളൊന്നും പറയില്ല. എടാ, ഇങ്ങനെയാണെങ്കിൽ നീ നിർത്തിപ്പോടേ. കുറെ നേരം കൊണ്ട് അവൻ്റെ അന്ധവിശ്വാസം പറഞ്ഞ് ചൊറിഞ്ഞോണ്ട് വരികയാണ്. എടാ, ഇത് അന്ധവിശ്വാസമൊന്നുമല്ലേ, ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് പോകാം. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? നമ്മളിവിടെ ഭൈരവക്കാടെന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഈ കാട് കണ്ടതൊക്കെ മതി. നിങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല ഇവിടെയുള്ളത്. അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ നമ്മൾ തിറക്കാൻ നിൽക്കണ്ട. നിങ്ങളെ പാടുകി പോകാൻ നോക്കും, പഠിപ്പിക്കാൻ. ചേട്ടാ, എന്താണ് പ്രശ്നം? എന്താണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കുറച്ചൊന്നും അറിയത്തില്ല. ഭൈരവന്റെ ആത്മാവിനെ ശാന്തമാക്കുവാനായി ഇവിടെ കുറെ ആചാരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആത്മാവിനെ ശക്തിയെടുക്കുവാനായി ഒരു കൂട്ടം ഗ്രാമവാസികൾ ഈ ആചാരങ്ങളെല്ലാം തടസ്സപ്പെടുത്തി തന്നിൽ നിന്ന് നഷ്ടമായത് വീണ്ടെടുക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് പോകണം. നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കാനൊന്നും നമുക്ക് നേരമില്ല. ഇരുട്ടുന്നതിന് മുമ്പ് സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരാനുള്ളതാണ്. ഇങ്ങനെ ചിലർ കാണും വലതും പറഞ്ഞ് നമ്മൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി. നമുക്ക് പോകാം, വാ.